ഹീലിംഗ് പ്രേയേഴ്സ് 2 എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ പ്രാർത്ഥനയോടുകൂടെ നിങ്ങളിലേക്ക് സമൃദ്ധിയായി ഉണ്ടാകട്ടെ. കർത്താവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ പുതിയ ആഴ്ചയിൽ നിങ്ങൾക്കായി നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സകല ആവശ്യങ്ങളെയും സമർപ്പിക്കുക. നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ നടക്കേണ്ട നന്മകളെക്കുറിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ കുടുംബത്തിൽ ആവശ്യമായ സമാധാനവും സന്തോഷത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ശരീരത്തിന് സൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് നഷ്ടമായ സാമ്പത്തിക അവസ്ഥകളെ തിരികെ കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക. ജോലിയിലുള്ള നിങ്ങളുടെ പ്രശ്നങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ആരോഗ്യ പ്രശ്നങ്ങളെ സമർപ്പിക്കാം. നിങ്ങൾക്കാവശ്യമായ എല്ലാ കാര്യങ്ങളും കർത്താവായ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഈ പ്രാർത്ഥനയിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കും എന്ന വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 22:19 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. കർത്താവേ, അങ്ങ് അകന്നിരിക്കരുതേ. എൻ്റെ തുണയായവനെ, എൻ്റെ സഹായത്തിനു വേഗം വരണമേ. എൻ്റെ ജീവനെ വാളിൽ നിന്ന് രക്ഷിക്കണമേ. എന്നെ നായയുടെ പിടിയിൽ നിന്ന് മോചിപ്പിക്കണമേ. സിംഹത്തിൻ്റെ വായിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. കാട്ടുപോത്തിൻ്റെ കൊമ്പുകളിൽ നിന്ന് മുറിവേറ്റ എന്നെ മോചിപ്പിക്കണമേ. ഞാൻ അവിടുത്തെ നാമം എൻ്റെ സഹോദരരോട് പ്രഘോഷിക്കും. സഭാമധ്യത്തിൽ ഞാൻ അങ്ങയെ പുകഴ്ത്തും. കർത്താവിൻ്റെ ഭക്തരെ, അവിടുത്തെ സ്തുതിക്കുവിൻ. യാക്കോബിൻ്റെ സന്തതികളെ, അവിടുത്തെ മഹത്വപ്പെടുത്തുവിൻ. ഇസ്രായേൽ മക്കളെ, അവിടുത്തെ സന്നദ്ധിയിൽ ഭയത്തോടെ നിൽക്കുവിൻ. എന്തെന്നാൽ പീഡിതന്റെ കഷ്ടതകൾ അവിടുന്ന് അവഗണിക്കുകയോ പുച്ഛിക്കുകയോ ചെയ്തില്ല. തൻ്റെ മുഖം അവനിൽ നിന്നും മറച്ചുമില്ല. അവൻ വിളിച്ചപേക്ഷിച്ചപ്പോൾ അവിടുന്ന് കേട്ടു. മഹാസഭയിൽ ഞാൻ അങ്ങയെ പുകഴ്ത്തും. അവിടുത്തെ ഭക്തരുടെ മുൻപിൽ ഞാൻ എൻ്റെ നേർച്ചകൾ നിറവേറ്റും. ദരിദ്രർ ഭക്ഷിച്ച് തൃപ്തരാകും. കർത്താവിനെ അന്വേഷിക്കുന്നവർ അവിടുത്തെ പ്രകീർത്തിക്കും. അവർ എന്നും സന്തുഷ്ടരായി ജീവിക്കും. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ പുതിയ ആഴ്ചയിൽ ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും അങ്ങേക്ക് സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങേക്ക് അസാധ്യമായി ഒന്നുമില്ല. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ച് എപ്പോഴും അങ്ങയോടൊപ്പം ആയിരിക്കുന്നതിനും അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നതിനും മനസ്സ് പതറാതെ നിന്റെ സ്നേഹത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നതിനും നിന്റെ വിശ്വസ്തതയിൽ പ്രതീക്ഷ അർപ്പിക്കുന്നതിനും കർത്താവേ, ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾക്ക് അസാധ്യമായ കാര്യങ്ങളെ നേരിടേണ്ടി വരുമ്പോൾ എൻ്റെ ദൈവമേ, സകലതും സാധിക്കുന്ന ശക്തനായ കർത്താവേ, നിന്നിൽ ഞങ്ങൾ ആശ്രയിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ സമയം കടന്നു പോകുന്നു. ഞങ്ങളുടെ ആരോഗ്യം ശോഷിക്കുന്നു. ഞങ്ങളുടെ സമ്പത്ത് കുറയുന്നു. എന്നാൽ നീ ഒരിക്കലും ഞങ്ങളിൽ നിന്ന് പിരിഞ്ഞിരിക്കുകയില്ല. നിന്റെ അത്ഭുതം ഒരിക്കലും ഞങ്ങൾ കാണാതിരിക്കുകയില്ല. ദൈവമേ, നീ ഒരിക്കലും ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാൻ വൈകുകയില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവമേ, നീ ഒരിക്കലും ഞങ്ങളെ സഹായിക്കുന്നതിനായി തളരുന്നില്ല. ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനായി നീ ക്ഷീണിക്കുന്നില്ല. ഞങ്ങളെ ഉയർത്തുന്നതിനായി നിനക്ക് പരിമിതികളില്ല. കർത്താവേ, നീ അസാധ്യമായ കാര്യങ്ങളുടെ ദൈവമാണ്. നീ അത്ഭുതങ്ങളുടെ ദൈവമാണ്. നിന്നിൽ പൂർണ്ണമായും ഞങ്ങൾ വിശ്വാസമർപ്പിക്കുന്നു. കരുണയോടെ കാത്തുകൊള്ളണമേ. ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനവും സന്തോഷത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളുമായി നീ വരണമേ. ഈ മക്കളുടെ കുടുംബത്തിൽ സമാധാനമുണ്ടാകുന്നതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവരുടെ കുടുംബത്തിൽ ഐക്യതയുണ്ടാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവിടെ സ്നേഹമുണ്ടാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരസ്പരം ഉള്ള സംഭാഷണങ്ങൾ മനസ്സിലാക്കുന്നതിനും വ്യക്തതയോടെ സംസാരിക്കുന്നതിനും പരസ്പരം മനസ്സിലാക്കുന്നതിനും
ഈ മക്കൾക്ക് കൃപ കൊടുക്കണമേ. കർത്താവേ, ഞങ്ങളുടെ വാക്കുകളിൽ കൂടി വന്നുപോയ പിഴവുകളെ നീ ക്ഷമിക്കണമേ. ദൈവമേ, നിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഈ മക്കളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ നീ ഇടപെടണമേ. സ്കൂളുകളിൽ പോകുന്ന മക്കൾക്ക് പ്രത്യേകം സംരക്ഷണം നൽകണമേ. മുതിർന്ന കുട്ടികളിൽ നിന്നും മറ്റു മുതിർന്നവരിൽ നിന്നുമുള്ള തിന്മയുടെ ആസക്തികളിൽ നിന്ന്, തിന്മയുടെ എല്ലാ സ്വാധീനങ്ങളിൽ നിന്നും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നീ കാത്തു സംരക്ഷിക്കണമേ. അവരുടെ കൂട്ടുകാരെ കാത്തു സംരക്ഷിക്കണമേ. അവരുടെ സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ കാത്തു സംരക്ഷിക്കണമേ. അവരെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനെ കാത്തു സംരക്ഷിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പോക്കിലും വരവിലും നീ അവരുടെ കൂടെ ഇരിക്കണമേ. നല്ലതെന്തെന്ന് തിരിച്ചറിയുവാനും തിന്മയെ മാറ്റിക്കളയാനുമുള്ള ശക്തി അവർക്ക് കൊടുക്കണമേ. കർത്താവേ, അവരുടെ ഭയം നീക്കി നല്ല തീരുമാനങ്ങൾ എടുക്കാനുള്ള ശക്തി കൊടുക്കണമേ. തെറ്റിനെ തെറ്റെന്ന് കരുതി മാറ്റി നിർത്താനുള്ള ഉൾബലം നൽകണമേ. ഞങ്ങളുടെ മക്കളുടെ കൂട്ടുകാരെ നീ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മക്കൾ ഇടപഴകുന്ന എല്ലാ വ്യക്തികളെയും നീ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ മക്കളുടെ വിവാഹം നടക്കാത്ത എല്ലാ തടസ്സങ്ങളും മാറിപ്പോകട്ടെ. വിവാഹത്തിന്റെ തടസ്സങ്ങൾ ഇപ്പോൾ മാറിപ്പോകട്ടെ. തക്കതായ തുണയെ കർത്താവ് നൽകി നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവമേ, ഈ മക്കളുടെ കുടുംബത്തിൽ നീ ഐശ്വര്യം വാരി വിതരണമേ. ഇവരുടെ കുടുംബ ജീവിതത്തെ അനുഗ്രഹിക്കണമേ. വിവാഹ തടസ്സങ്ങൾ നേരിട്ടിരിക്കുന്ന യുവതി യുവാക്കൾക്ക് ദൈവമേ, തക്കതായ തുണയെ നീ നൽകി അവരുടെ വിവാഹം നടത്തണമേ. വിവാഹ ജീവിതത്തിന് ആവശ്യമായ ഉന്നതത്തിൽ നിന്നുള്ള കൃപാവരങ്ങൾ നൽകി ഈ മക്കളെ നീ അനുഗ്രഹിക്കണമേ. നിന്റെ സ്നേഹം, ദയ, ക്ഷമ, ദീർഘവീക്ഷണം, ജ്ഞാനം, അറിവ്, വിവേകം, എളിമ, വിശുദ്ധി എല്ലാം നൽകി വിവാഹിതരാകാൻ പോകുന്ന മക്കളെയും വിവാഹിതരായവരെയും നീ പ്രത്യേകം കാത്തു സംരക്ഷിക്കണമേ. ഈശോയെ, ഈ മക്കളുടെ സാമ്പത്തിക പ്രശ്നങ്ങളിൽ നീ ഇടപെടണമേ. സമ്പത്തിന്റെ ഉറവിടമായ ദൈവമേ, നിനക്ക് അസാധ്യമായി ഒന്നുമില്ല. ഞങ്ങളുടെ ദാരിദ്ര്യത്തിൽ, പട്ടിണിയിൽ, ഞങ്ങളുടെ ഒന്നുമില്ലായ്കയിൽ കർത്താവേ, സകലത്തിൻ്റെയും ഉറവിടമായ ദൈവമേ, സകല സമ്പത്തിൻ്റെയും അധീപനായ ദൈവമേ, നിന്നെ ഞാൻ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. കരുണയോടെ ഞങ്ങളെ നോക്കണമേ. ഞങ്ങളുടെ സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്ന് ഞങ്ങളെ കരകയറ്റണമേ. ഞങ്ങൾക്ക് ഈ ആഴ്ച ആവശ്യമായ സാമ്പത്തിക സഹായം നീ ഞങ്ങൾക്ക് നൽകണമേ. കൊടുത്തു വീട്ടാനുള്ള എല്ലാ കടബാധ്യതകളെയും കൊടുത്തു തീർക്കാൻ ശക്തനായ ദൈവമേ, നിന്റെ സമൃദ്ധിയുടെ കരം ഞങ്ങളുടെ നേരെ നീട്ടണമേ. ഞങ്ങൾക്ക് പണം തന്ന് സഹായിച്ച എല്ലാവരെയും നീ ഇപ്പോൾ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ, സൗഖ്യപ്പെടുത്തണമേ. കർത്താവേ, ഞങ്ങളിൽ നിന്ന് പണം വാങ്ങിച്ച് തിരികെ തരാത്തവരോട് കരുണ തോന്നണമേ. ഞങ്ങൾക്ക് അവരോട് പൂർണ്ണമായും ക്ഷമിക്കാനുള്ള കൃപ കൊടുക്കണമേ. നീ എല്ലാം കാണുന്നുവല്ലോ, നിനക്കെല്ലാം സാധ്യമാണല്ലോ. ദൈവമേ, ഞങ്ങളുടെ കുടുംബ പ്രശ്നത്തിൽ ഇടപെടണമേ. ഞങ്ങളുടെ ആരോഗ്യ പ്രശ്നത്തിൽ നീ ഇടപെടണമേ. ഞങ്ങളുടെ കുടുംബത്തിലുള്ള രോഗികളായ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മക്കളിൽ രോഗികളായ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവമേ, ഇപ്പോൾ തന്നെ നിന്റെ സൗഖ്യത്തിന്റെ ശക്തി അയച്ച്, സൗഖ്യത്തിന്റെ വചനം അയച്ച് നീ അവരെ തൊടണമേ. മരുന്നോ ലേപന ഔഷധമോ അല്ല രോഗിയെ സുഖപ്പെടുത്തുന്നത്, എന്നാൽ കർത്താവിന്റെ വചനമാണ് രോഗികളെ സുഖപ്പെടുത്തുന്നത്. ഈശോയെ, നിന്റെ വചനമയച്ച എല്ലാ രോഗികളെയും ഇപ്പോൾ നീ തൊടണമേ. അവർക്ക് സൗഖ്യം നൽകണമേ, ആന്തരിക ബലം നൽകണമേ. ഈശോയെ, ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നീ ചെയ്യണമേ. ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ ജോലി മേഖലയെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ജോലി മേഖലയെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ മക്കളുടെ ജോലിയുടെ ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു. വരുമാന മാർഗം നിലച്ചുപോയ വ്യക്തികൾക്ക് ഏറ്റവും അത്യാവശ്യമായി കർത്താവേ, ഒരു നല്ല ജോലി നൽകി, നല്ല വരുമാന മാർഗം നൽകി അവരുടെ സാമ്പത്തിക അവസ്ഥയെ നീ പുനരുദ്ധരിക്കണമേ. ഈശോയെ, നീ എല്ലാം അറിയുന്നുവല്ലോ. ഈ ആഴ്ചയിൽ ഞങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ നന്മകളെയും നൽകി നീ ഞങ്ങളെ ആശീർവദിക്കണമേ. ഈ സമയം, ഈ ആഴ്ച നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ ആവശ്യങ്ങളെയും ഓരോ നിയോഗങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. പേരുപേരായി അത് സമർപ്പിച്ച് കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുക. നിങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ നിയോഗങ്ങളെ
തീർച്ചയായും കർത്താവ് അറിയുന്നുണ്ട്, കാണുന്നുണ്ട്. അവിടുന്ന് അത് ഏറ്റെടുത്ത് നിങ്ങൾക്ക് അത്ഭുതകരമായ വിജയം നടത്തും. അത്ഭുതകരമായ ദൈവിക ഇടപെടൽ ഈ പ്രാർത്ഥനയിലൂടെ ഇപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ആവശ്യങ്ങൾക്ക് നേരെ ഉണ്ടാകും. വിശ്വാസത്തോടെ ഒരു നിമിഷം മൗനമായി നിങ്ങളുടെ ആവശ്യങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ഈ മക്കളുടെ നിയോഗങ്ങളെ ഏറ്റെടുത്ത് അവർക്ക് എല്ലാ കാര്യങ്ങളും നടത്തിച്ചു കൊടുക്കുന്ന ദൈവമേ, നിന്നെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. നിന്റെ സന്നിധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പീഡിതന്റെ കഷ്ടതകൾ അവിടുന്ന് ഒരിക്കലും അവഗണിക്കുകയില്ല, പുച്ഛിക്കുകയുമില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിന്റെ മുഖം ഞങ്ങളിൽ നിന്ന് മറച്ചു വെക്കുകയുമില്ല. കർത്താവേ, നിന്നെ വിളിച്ചപേക്ഷിക്കുന്നവരെ നീ കേൾക്കുന്നുണ്ട്, നീ അവരെ കരുതുന്നുണ്ട്. കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നീ ഞങ്ങളെ അനുഗ്രഹിക്കുവാൻ തക്കവണ്ണം, നീ ഞങ്ങളെ സൗഖ്യപ്പെടുത്തുവാൻ തക്കവണ്ണം അനുതാപത്തിന്റെ ഹൃദയത്തോടെ നിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്ക് ശക്തി തരണമേ. ദൈവമേ, നിന്റെ സന്നിധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിന്നെ അന്വേഷിക്കുന്നവരെ അനുഗ്രഹിക്കുന്ന, അവരുടെ ആവശ്യങ്ങളിൽ തുണയായിരിക്കുന്ന കർത്താവേ, ഈ പ്രാർത്ഥനയിലൂടെ നീ വലിയ അത്ഭുതങ്ങൾ ഈ മക്കളുടെ ജീവിതത്തിൽ ചെയ്യണമേ. ഈ പ്രാർത്ഥന കേൾക്കുകയും ഇത് ഷെയർ ചെയ്യുകയും ചെയ്യുന്നവരിലേക്ക് വലിയ കൃപ കൊടുക്കണമേ. ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന എല്ലാ കുടുംബങ്ങളിലും ദൈവത്തിന്റെ സമാധാനം എന്നേക്കുമായി നിലകൊള്ളട്ടെ. ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന സ്ഥലങ്ങൾ, കുടുംബങ്ങൾ, വ്യക്തികൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ. ഈശോയുടെ തിരുരക്താഭിഷേകം ഈ പ്രാർത്ഥനയോടൊപ്പം ഉണ്ടാകട്ടെ. ഈ പ്രാർത്ഥനയിലൂടെ ദൈവമേ, വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നീ ചെയ്യുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, ഈ ആഴ്ചത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും നീ ഞങ്ങൾക്ക് തുണയായിരുന്ന് ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളെയും സാധിച്ചു തന്ന് മഹത്വത്തിൻ്റെയും വിജയത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ആഴ്ചയാക്കി മാറ്റണമേ. ഈ ആഴ്ചയിൽ ഞങ്ങൾ ചെയ്യാൻ പോകുന്ന പുതിയ കാര്യങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങൾ കാണാൻ പോകുന്ന വീട്, വാങ്ങാൻ പോകുന്ന വീടിനെ, വസ്തുവിനെ സമർപ്പിക്കുന്നു. ഞങ്ങൾ ചെയ്യാൻ പോകുന്ന ജോലികളെ സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങൾ കൊടുത്തു തീർക്കാനുള്ള കടബാധ്യതകളെ സമർപ്പിക്കുന്നു. കുടുംബത്തിലെ അരക്ഷിതാവസ്ഥയെ സമർപ്പിക്കുന്നു. കർത്താവേ, നീ കരുണയോടെ ഈ മക്കളെ നീ കാത്തുകൊള്ളണമേ. ഈ മക്കളുടെ ജീവിതത്തിൽ ഇവർ പ്രാർത്ഥിച്ച ഓരോ നിയോഗങ്ങളെയും അത്ഭുതകരമായ നിന്റെ കരം കൊണ്ട് ഏറ്റെടുത്ത് അവരുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ നടത്തി കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കരുണാമയനായ ദൈവമേ, കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്ന നാഥ, അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും
തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്നത്തെ ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ നടത്തട്ടെ. വലിയ സൗഖ്യവും അനുഗ്രഹവും ദൈവീക ഇടപെടലും ഉണ്ടാകട്ടെ. എല്ലാ തടസ്സങ്ങളും, അനുഗ്രഹം സ്വീകരിക്കുന്നതിനുള്ള തടസ്സങ്ങൾ നിങ്ങളിൽ നിന്ന് നീങ്ങിപ്പോകട്ടെ. കർത്താവിൻ്റെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ പാപങ്ങൾ അവിടുന്ന് ക്ഷമിച്ച് നിങ്ങളെ എല്ലാ അശുദ്ധിയിൽ നിന്നും വിശുദ്ധീകരിക്കട്ടെ. നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും അവിടുന്ന് തുണയായിരിക്കട്ടെ. ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ഷെയർ ചെയ്യുകയും ചെയ്യുന്ന എല്ലാവർക്കും ദൈവാനുഗ്രഹങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നേരുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ.